ഹലോ ഗായ്സ്, പുതിയ വീഡിയോട്ട് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഫേസിൽ എന്താ ഞാനിപ്പോൾ തേച്ചിട്ടുള്ളതെന്നല്ലേ. അപ്പം ഞാനിപ്പോൾ തേച്ചിട്ടുള്ളത് ഒരു ഒരു സംഭവമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അരിപ്പൊടി വേണം കേട്ടോ. ഞാൻ ലേശമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ടത് അത്രയും നിങ്ങൾക്ക് എടുക്കാം. അതിന് മുന്നേ നിങ്ങളുടെ ഫേസ് നല്ല ക്ലിയർ ആയിരിക്കണം. മാത്രമല്ല നിങ്ങളുടെ ഫേസിൽ നല്ലോണം ഓയിൽ പരട്ടണം. ഓയിൽ പരട്ടിയാൽ നമ്മൾ ഇത് കഴുകി കളയുമ്പോൾ, അതായത് ഈ ഒരു ഫേസ് പാക്ക് കഴുകി കളയുമ്പോൾ നല്ലപോലെ നമ്മുടെ സ്കിന്ന് നല്ല വൃത്തി സോഫ്റ്റായി കിട്ടും. മാത്രമല്ല നമുക്ക് ഒരാഴ്ച വേണമെങ്കിൽ ഈ ഒരു ഫേസ് പാക്കിൽ നമുക്ക് ഈ എണ്ണ നമ്മുടെ ഫേസ് പാക്കിൽ ഇങ്ങനെ ആക്കിയാൽ നമ്മുടെ എണ്ണ മൊത്തം നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസിൽ എണ്ണ എന്തായാലും ഉണ്ടാവും. പിന്നെ ഞാൻ സ്ലോ മോഷനിൽ ഇങ്ങനെ ഒന്ന് ആക്കുന്നതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ചക്കപ്പായസമാണ് കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ചക്കപ്പായസമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയേ വരുന്നതാണ്. നിങ്ങളെന്തായാലും ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ അരിപ്പൊടി മിക്സിയിലോട്ട് ഞാനിതാ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. പാല് നല്ലോണം വേണം കേട്ടോ, കുറച്ച് പോരാ, നല്ലോണം വേണം. നല്ലോണം ആയാൽ നല്ലോണം ആയില്ലെങ്കിൽ അത് എന്തോ ഒരു പോലെ ഉണ്ടാവും. അപ്പോൾ നല്ലോണം ആയാൽ നമുക്ക് കുഴമ്പ് പരുവത്തിൽ കിട്ടണം. അപ്പോൾ കുഴമ്പ് പരുവത്തിൽ കിട്ടിയാൽ നമ്മുടെ ഫേസിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളിതാ അപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ 2x സ്പീഡിലായിരിക്കും കാണുന്നത്. നമ്മുടെ കണ്ണിൻ്റെ മുകളിലാണ് നമുക്ക് തേക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോവും. എനിക്ക് നല്ലോണം ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ തേച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, നമ്മൾ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് തേക്കേണ്ടതാണ് നമ്മുടെ കണ്ണിൻ്റെ മുകളിലും താഴെയും. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമ്മൾ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു ഫേസ് പാക്ക്. നിങ്ങൾ എന്തായാലും വെച്ച് നോക്കുക. അപ്പോൾ 10 മിനിറ്റ്സ് അതിൻ്റെ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫുൾ സ്പീഡിൽ ഫാനൊക്കെ ഇട്ടിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഹെയർ കെട്ടി വെച്ചുകൊണ്ട് നല്ലതായി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുടി നമ്മുടെ മുറ്റത്തോട്ട് വീഴൂല, മുഖത്തോട്ട് വീഴൂല. അതാണ് മുടി കെട്ടി വെച്ചാൽ ഗുണം. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ നല്ല വൃത്തി ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളഞ്ഞു കൊടുക്കാം. നല്ല വൃത്തി നമുക്കിത് വാഷ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ ചെറിയ അണുക്കൾ പോലും ഉണ്ടെങ്കിൽ ചെറിയ അംശം ഉണ്ടായിക്കൂടാ. അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ല വൃത്തി നിങ്ങളുടേതായ രീതിയിൽ നല്ല വൃത്തി വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നല്ല വൃത്തി സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റിനെക്കാളും പ്രധാനം ഇതിൻ്റെ വെളുപ്പിനെക്കാളും ഇതിൻ്റെ പ്രധാനം സോഫ്റ്റാണ്. ബൈ.